തിരുവനന്തപുരം തമ്പാനൂരിൽ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ തൊഴിലാളിക്കായി തിരച്ചിൽ 4 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും സ്ക്വാ ടീമും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. മാരായമുട്ടം സ്വദേശി ജോയിയാണ് കാണാതായത്. പെട്ടെന്നുള്ള ഒഴുക്കിൽ ജോയി മാലിന്യത്തിന് ഇടയിൽ പെട്ടുപോവുകയായിരുന്നു. റിനു ശ്രീധറുണ്ട് വിശദാംശങ്ങളുമായി. റിനു, നേരത്തെ കളക്ടർ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്യാതെ തൊഴിലാളിക്കായുള്ള തിരച്ചിൽ അത് എത്രത്തോളം സാധ്യമാവുക എന്നുള്ളതാണ്. നിലവിൽ എത്തരത്തിലുള്ള തിരച്ചിലാണ് അവിടെ പുരോഗമിക്കുന്നത്? ഏകദേശം 5 മണിക്കൂർ പിന്നിടുകയാണ് ജോയിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ട്. ഇപ്പോൾ തന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവർ ഇവിടെ തിരച്ചിൽ നടത്തുകയാണ്. തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഈ സ്ഥലം സന്ദർശിക്കുകയും കൃത്യമായി തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം, അതായത് റെയിൽവേയുമായി സംസാരിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്താൻ ഒരു ഇടപെടൽ നടത്തുന്നത്. അതായത് റെയിൽവേ പ്ലാറ്റ്ഫോമിന് അകത്തുള്ള, അതായത് ഈ കനാൽ കടന്നു പോകുന്ന, ടണൽ കടന്നു പോകുന്ന സ്ഥലത്തെ മുകളിൽ പാകിയിരിക്കുന്ന സ്ലാബുകൾ, ഈ സ്ലാബെല്ലാം തന്നെ ഇളക്കി മാറ്റിയതിനു ശേഷം അതുവഴി ഒരു രക്ഷാപ്രവർത്തനം കൂടി നടത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ കൂടി നടത്തുന്നുണ്ട്. അത്തരം ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിന് അപ്പുറത്തു വശത്തായി അത്തരം ഒരു രക്ഷാദൗത്യം കൂടി, പ്രവർത്തനം കൂടി നടത്തുന്നുണ്ട്. ഒപ്പം നഗരസഭയുടേത് അടക്കമുള്ള വാഹനങ്ങൾ എത്തിച്ച് JCB ഉപയോഗിച്ച് ഈ ടണലിനുള്ളിലേക്കുള്ള വേസ്റ്റുകൾ, അതായത് പ്ലാസ്റ്റിക് കുപ്പികൾ, മറ്റ് മാലിന്യങ്ങൾ എല്ലാം തന്നെ നീക്കുവാൻ വേണ്ടിയിട്ടുള്ള, അങ്ങനെ നീക്കിയെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ അകത്ത് എവിടെ നിന്നെങ്കിലും കണ്ടെത്താൻ കഴിയൂ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂബ ടീം. ഒപ്പം ഈ മാലിന്യങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമേ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമിന് ഉള്ളിലേക്ക് പോകാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ്. എന്തായാലും മുൻ മേയറും MLA കൂടിയായിട്ടുള്ള VK പ്രശാന്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചിരിക്കുന്നത്? അല്ല, ഇപ്പോൾ കളക്ടറും മേയറും മറ്റ് ബന്ധപ്പെട്ട ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെല്ലാവരും ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ആ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 5 മണിക്കൂർ പിന്നിടുകയാണ്. പരമാവധി ശ്രമം ഇപ്പോൾ നടത്തുന്നുണ്ട്. എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട വെള്ളം കടന്നു പോകുന്ന ഒരു പാസേജാണത്. ഞാൻ മേയറായിരിക്കുന്ന സമയത്തും ഇവിടം ക്ലീൻ ചെയ്താൽ കിഴക്കേക്കോട്ടിൽ വെള്ളക്കെട്ട് ഒഴിവാകും. അപ്പം നിരന്തരമായി ഈ കാര്യം റെയിൽവേയോട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ റെയിൽവേ ആ കാര്യം പലപ്പോഴും ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നഗരവും ബുദ്ധിമുട്ടുന്നുണ്ട്. വെള്ളക്കെട്ടിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇത്തരം പ്രശ്നം രൂക്ഷമാകുമ്പോൾ കളക്ടർ ഇടപെട്ടുകൊണ്ടാണ് ഇവിടെ ക്ലീൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമം നഗരസഭയുമായി ബന്ധപ്പെട്ട് ചെയ്യാറുള്ളത്. സാധാരണഗതിയിൽ ഏത് രീതിയിലാണ് നഗരസഭ അല്ലെങ്കിൽ ജില്ലാ ഭരണ, കളക്ടർ, ഒപ്പം റെയിൽവേ ഈ രീതിയിലാണ് ഈ മാലിന്യം നീക്കുന്നത്? എന്താണ് അതിൻ്റെ ഒരു രീതി? ഏത് രീതിയിലാണ്? അല്ല, അത് ചെയ്യേണ്ടത് റെയിൽവേ തന്നെയാണ്. കാരണം റെയിൽവേക്ക് അടിയിലൂടെ കടന്നു പോകുന്ന ഒരു ടണലാണ്. നേരത്തെ ഓപ്പറേഷൻ അനന്ത വന്നപ്പോൾ നമ്മൾ അതിലൊരു ശ്രമം നടത്തി ക്ലീൻ ചെയ്തതാണ്. രണ്ടാമത് കഴിഞ്ഞ കാലങ്ങളിൽ കളക്ടർ ഇടപെട്ടുകൊണ്ട് നഗരസഭയുടെ സഹായത്തോടു കൂടി ഈ കാണുന്ന എൻട്രൻസ് ഭാഗത്തെ മാലിന്യം മാറ്റുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ചെയ്യാൻ നമുക്ക് അധികാരമില്ല. അപ്പോൾ അത് ചെയ്യേണ്ടത് റെയിൽവേ ആണ്. കൃത്യമായി ചെയ്യുന്നുണ്ടായിരുന്നു? ഇല്ല, ചെയ്യുന്നില്ല. ഇപ്പം നിരന്തരമായി കോർപ്പറേഷൻ, ഇപ്പോൾ ബഹുമാനപ്പെട്ട മേയർ ഇവിടെയുണ്ട്, മേയർ അടക്കം റെയിൽവേക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ശ്രമം നടക്കണം. കാരണം ഇത് ക്ലീൻ ചെയ്യുമ്പോഴാണ് നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാവുക. കാരണം നഗരത്തിലെ പ്രധാനപ്പെട്ട താഴ്ന്ന മേഖലകളിൽ നിന്നുള്ള വെള്ളം ഒഴുകി ഈ റെയിൽവേക്ക് അടിയിലുള്ള ടണലിലൂടെയാണ് നമ്മുടെ കനാലുകളിലൂടെ ആമയിഴഞ്ചാൻ തോട് വഴി കടലിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ അത് തടസ്സപ്പെടുന്നതാണ് നഗരത്തിലെയും വെള്ളക്കെട്ടിന് തടസ്സം. അപ്പോൾ ഞങ്ങളുടെ കാലത്തും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മേയർ റെയിൽവേയോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ ഇപ്പോൾ ഈ തൊഴിലാളിയെ നിയോഗിച്ചത്, ക്ലീനിങ് പരിപാടിക്ക് നിയോഗിച്ചത്. ആ തൊഴിലാളിയാണ് ഇപ്പോൾ കാണാതിരിക്കുന്നത്. അപ്പോൾ അത് റെയിൽവേയും ഈ കാര്യത്തിൽ നഗരസഭയുമായി യോജിച്ച്, ജില്ലാ ഭരണകൂടവുമായി യോജിച്ച് പോകാനുള്ളൊരു നടപടിയാണ് എടുക്കേണ്ടത്. അങ്ങനെ വന്നാൽ മാത്രമേ, ഒരു കോർഡിനേഷൻ വന്നാൽ മാത്രമേ നഗരത്തിലെ വെള്ളക്കെട്ടും പരിഹരിക്കാൻ വേണ്ടി കഴിയും. നിലവിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. നിലവിലില്ല. കാരണം റെയിൽവേയുടെ അതോറിറ്റിയിലുള്ള ഒരു സ്ഥലത്ത് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന് കയറി ക്ലീൻ ചെയ്യാൻ കഴിയില്ല. പണ്ട് ഇറിഗേഷൻ നിർമ്മിച്ചതാണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിനകത്ത് ഒരു വിശാലമായ ടണലാണ്, ആളുകൾക്ക് കടന്നു പോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത്ര വിശാലമായിട്ടുള്ളൊരു ടണലാണ്. അത് ക്ലീൻ ചെയ്യണമെങ്കിൽ റെയിൽവേ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യവും ഇടപെടലും അവരുടെയും കൂടി കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൃത്യമായി ചെയ്യാൻ വേണ്ടി കഴിയൂ. നമ്മൾ സാധാരണഗതി ചെയ്യുന്നത് എന്താ? ഇതിൻ്റെ എൻട്രൻസ് ഭാഗത്തുള്ള മാലിന്യം നഗരസഭ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് മാറ്റും. അപ്പോൾ തൽക്കാലത്തേക്ക് വെള്ളം ഒഴുകി പോകും. ഇതാണ് കാലാകാലങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ റെയിൽവേ ഇതിനകത്ത് കൃത്യമായിട്ട് നടപടി എടുത്താൽ നഗരത്തിലെ വെള്ളക്കെട്ടടക്കം പരിഹരിക്കാൻ വേണ്ടി, അതിനാണ് മേയർ അടക്കം റെയിൽവേക്ക് കത്ത് നൽകിയിരിക്കുന്നത്.
ഇങ്ങനെയാണ് ആര്യ. അതായത് സാധാരണഗതിയിൽ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ, ഒപ്പം നഗരസഭ, റെയിൽവേ അധികൃതർ ഇവർ കൃത്യമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുക. പക്ഷേ കാലാകാലങ്ങളായി റെയിൽവേ അത്തരമൊരു മാലിന്യ നീക്കം ഇവിടെ നടത്തുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മുൻ മേയറും നിലവിൽ MLA കൂടിയായിട്ടുള്ള VK പ്രശാന്ത് പറയുന്നത്. കൃത്യമായി റെയിൽവേയുടെ ഒരു അനാസ്ഥ തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്ന് തന്നെ പറഞ്ഞു വയ്ക്കാം. പക്ഷേ അങ്ങനെ ഒരു അനാസ്ഥ എന്ന് പറയുമ്പോഴും ഈ മാലിന്യം നീക്കാൻ വേണ്ടി ഇപ്പോൾ റെയിൽവേ തയ്യാറായി എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറായാണ് റെയിൽവേയുടെ കരാർ ജീവനക്കാർ തന്നെ 3 പേർ ഈ കനാലിലേക്ക്, ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങുന്നത്. ആമയിഴഞ്ചാൻ തോടിൻ്റെ സാഹചര്യമൊക്കെ തന്നെ നമുക്കറിയാം. വളരെ മാലിന്യം കുന്നുകൂടിയ ഒരു സാഹചര്യമാണ്. ഇതേ സംഭവ സ്ഥലത്തെ മാലിന്യ കൂമ്പാരത്തിൻ്റെ വാർത്ത തന്നെ റിപ്പോർട്ടർ TV തന്നെ ഏകദേശം 2 ആഴ്ച മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫ്ലെക്സ് ബോർഡുകളെല്ലാം വെച്ച് മറച്ച് മാലിന്യ കൂമ്പാരമായിരിക്കുന്ന ഈ ഒരു ആമയിഴഞ്ചാൻ തോട്ടിൻ്റെ അവസ്ഥയെക്കുറിച്ച്. ഇവിടെയാണ് ഇപ്പോൾ 2 ദിവസമായി മാലിന്യം നീക്കം ചെയ്യുവാൻ വേണ്ടി കരാർ ജീവനക്കാർ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അവർക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല. ജോയിക്കും സംഘത്തിനും ഈ മാലിന്യം നീക്കാൻ ഉള്ള ഒരു ചുമതല ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഇവർ ഇവിടേക്ക് ഇറങ്ങി എന്നുള്ളത് കൂടി ഒരു ചോദ്യമാണ്. അത് അന്വേഷിക്കുമെന്നാണ് മേയറും ഒപ്പം റെയിൽവേ അധികൃതരും വ്യക്തമാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനെ ജീവനോടെ തന്നെ രക്ഷപ്പെടുത്താനാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഏകദേശം 5 മണിക്കൂറിലധികം പിന്നിടുകയാണ് രക്ഷാദൗത്യം. ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ പോലീസിനോ അല്ലെങ്കിൽ റെയിൽവേ അധികൃതർക്കോ ഇത്തരമൊരു സാഹചര്യം ആദ്യമായിട്ടാണെന്നാണ് രാവിലെ തന്നെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പറഞ്ഞ് പങ്കുവച്ചത്. പക്ഷേ ഈ ഒരു രക്ഷാ ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു സജ്ജീകരണങ്ങളോ സംവിധാനങ്ങളോ കേരള ഫയർഫോഴ്സിനില്ല. ഇത്തരത്തിൽ ടണലിനുള്ളിലേക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു അപകടം ഉണ്ടായാൽ അതിന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം ഇതുവരെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു തീപിടുത്തം ഉണ്ടായാൽ അവിടെ എത്തും, തീയണയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതല്ലാതെ മറ്റ് സജ്ജീകരണങ്ങൾ, മറ്റു ഉപകരണങ്ങളൊന്നും തന്നെ കേരള ഫയർഫോഴ്സിനില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും നഗരസഭയുടെ കൂടി സഹായത്തോടു കൂടി അവർ 5 മണിക്കൂറോളമായി അദ്ദേഹത്തിനെ ഒന്ന് കണ്ടെത്തുവാൻ വേണ്ടി, ജോയിയെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ, ഒരു ശ്രമം നടത്തുന്നുണ്ട്.